ഗൈസ്, അപ്പം നമ്മളിന്ന് ഗുരുവായൂർ എത്തിയതിനു ശേഷം നേരെ പോയതൊന്ന് കുളിച്ച് ഫ്രഷായി വരാനാണ്. കുട്ടപ്പനെ റെഡിയായി നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. കണ്ടോ കണ്ടോ ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബാഗും ബാക്കി സാധനങ്ങളൊക്കെ ഒരു ലോക്കർ റൂമിൽ കൊടുത്തതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് പോകുന്ന വഴിക്ക് ഈ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പിന്നെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നേരെ തൊഴാൻ കയറി. അങ്ങനെ നമ്മളെല്ലാവരും തൊഴുത് ഇറങ്ങിയത് കറക്റ്റ് അവൻ്റെ കെട്ട് സമയത്തായിരുന്നു. അങ്ങനെ കെട്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ഗുരുവായൂർ വെച്ച് കല്യാണം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചില്ലായിരുന്നു. തൊട്ടടുത്ത ഫ്രണ്ട്സിനെയും പിന്നെ കുറച്ച് ബന്ധുക്കളെയും മാത്രമേ കല്യാണത്തിനായിട്ട് ക്ഷണിച്ചിരുന്നുള്ളൂ ഗുരുവായൂർ വെച്ച്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണ റിസപ്ഷൻ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചവൻ നടത്തിയത്.